വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പൊട്ടിച്ച ആറ്റം ബോംബ് അതിൻ്റെ കഠോരമായിരിക്കുന്ന ശബ്ദം ഇപ്പോഴും നിലച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്താനുള്ള സാധ്യതകൾ പറയുന്നു. ഈ വിഷയം രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ NDA ഘടകകക്ഷികൾ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ രാജ്യങ്ങൾ മാത്രമാണ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുള്ളത്. അതിൻ്റെ കാര്യം ഇതിൽ ഇടപെടലുകൾ നടത്താൻ വേണ്ടി സാധിക്കും എന്ന തരത്തിലാണ്. വോട്ടർ പട്ടികയും വോട്ടർ മെഷീനും വോട്ടെണ്ണലും ഈ 3 മേഖലയിലും വലിയ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് സ്വാധീനമുള്ളവർക്ക് സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. വോട്ടർ പട്ടികയുടെ കാര്യം പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയപ്പെട്ട കാര്യം വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഒരു റൂമിൻ്റെ അകത്ത് പോലും 85ഓളം ആളുകൾ ഉള്ള തരത്തിലാണ് ഇതിനെ ക്രമീകരിക്കപ്പെട്ടത്. ഇതൊക്കെ കള്ളവോട്ടുകളാണ്. 50,000 വോട്ടിൽ താഴെ BJP ജയിച്ച എല്ലാ മണ്ഡലങ്ങളിലും റീപോളിംഗ് നടത്തണം, അല്ലെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇനി വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പല ഇലക്ഷൻ സമയത്തൊക്കെ വോട്ടിംഗ് മെഷീൻ പല വാഹനത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പലതും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിലും ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഭീഷണിപ്പെടുത്തിയും അല്ലാത്ത തരത്തിലും ജയിച്ചവരെ തോൽപ്പിച്ചവരെ ജയിപ്പിക്കാനുമുള്ള എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം.